ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ വരാൻ പോവുകയല്ലേ. ഇന്നത്തെ വീഡിയോ ഓണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പൂക്കളെ പറ്റിയാണ്. അതിനു മുമ്പ് നമുക്ക് ഓണത്തിനെ പറ്റി കുറച്ച് പറയാം. മലയാളികൾ പ്രധാനമായും ആഘോഷിക്കുന്ന ഒരു പ്രധാന വാർഷികോത്സവമാണ് ഓണം. പാതാളത്തിലേക്ക് അയച്ച ദയാലുവായ ഭരണാധികാരിയായിരുന്ന മഹാബലിയുടെ ഗൃഹപ്രവേശത്തെ അടയാളപ്പെടുത്തുന്ന വിളവെടുപ്പ് ഉത്സവമാണിത്. കുടുംബങ്ങളൊക്കെ ഒത്തുകൂടുകയും പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് താമസിക്കുന്നവരൊക്കെ ഓണക്കാലത്ത് കുടുംബങ്ങളിൽ എത്തുകയും സ്നേഹം പങ്കുവെക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു ഉത്സവമാണ് ഓണം. മാത്രമല്ല വള്ളംകളി, പുലിക്കളി, ഓണക്കളി തുടങ്ങിയ കലാപരിപാടികളും ഓണസദ്യ, പൂക്കളം എന്നിവയൊക്കെയായി ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. അത്തം 10 തിരുവോണം. അത്തം 1-ാം ദിവസം ഒരു പൂവ്, 2-ാം ദിവസം 2 തരം പൂവ്, അങ്ങനെ 10-ാം ദിവസം 10 തരം പൂവ്. പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിലും പറമ്പിലും വയലുകളിലും ഒക്കെ തേടി കുട്ടികൾ പൂ പറിച്ചു കൊണ്ടുവരും. എന്നിട്ട് അത് വാടിപ്പോകാതിരിക്കാൻ ചെടിയുടെയൊക്കെ ചുവട്ടിൽ വെക്കും. അന്ന് റെഫ്രിജറേറ്റർ ഒന്നുമില്ലല്ലോ. പ്രകൃതി തന്നെയാണ് അന്നത്തെ റെഫ്രിജറേറ്റർ. നൈറ്റ് മുഴുവൻ ചെടിയുടെ ചുവട്ടിൽ വെച്ച പൂവുകൾ പിറ്റേന്ന് വെളുപ്പാൻ കാലത്ത് എടുക്കുമ്പോൾ നൈറ്റ് മുഴുവൻ മഞ്ഞിൽ വെച്ചതുകൊണ്ട് തന്നെ അത് നല്ല ഫ്രഷായിട്ടുണ്ടാകും. ചെറിയൊരു നനവോടുകൂടി വിരിയാത്ത മുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ വിടർന്നിട്ടുണ്ടാകും. ശരിക്കു പറഞ്ഞാൽ അതൊക്കെ ഒരു കാലമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പൂക്കളൊക്കെ കടകളിൽ നിന്ന് വാങ്ങുന്നതാണ് പതിവ്. അതും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കയറ്റുമതി ചെയ്യുന്ന പൂക്കൾ. അന്നത്തെ കാലത്ത് നമ്മുടെ മനസ്സിൽ ഇന്നും നോസ്റ്റാൾജിയ ഫീലിംഗ് ഉണർത്തുന്ന ആ മനോഹരമായ കുറച്ച് പുഷ്പങ്ങളെപ്പറ്റി നമുക്ക് പറയാം. പരമ്പരാഗതമായ ആ പുഷ്പങ്ങളെപ്പറ്റി ഒന്ന് നമുക്ക് ഓർക്കാം. അതിൽ ഒന്നാണ് തുമ്പപ്പൂ. ഇത് നമ്മൾ പൂന്തോട്ടത്തിലൊന്നും വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയല്ല. എങ്കിലും നമ്മുടെ വീട്ടുവളപ്പിലും വയലുകളിലുമൊക്കെ തനിയെ വളർന്നു വരുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പൂവ് വളരെ ചെറുതും നല്ല വെള്ള കളറുമാണ്. അത്തപ്പൂക്കളത്തിൽ തുമ്പപ്പൂവിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. പിന്നെ തുളസിയുടെ പച്ച നിറം പൂക്കളത്തിന് ഒരു നല്ലൊരു കളർ കൊടുക്കുക മാത്രമല്ല പരിസരം സുഗന്ധപൂരിതമാക്കുകയും ചെയ്യുന്നു. ചെമ്പരത്തിപ്പൂ, നല്ല ചുവപ്പ് കളറിലുള്ള ചെമ്പരത്തി ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ്. ചെത്തിയും ഓണപ്പൂക്കളത്തിൽ ആകർഷകമായ ഒരു ഘടകം തന്നെയാണ്. ചെത്തിയൊക്കെ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ പൂവൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യാവുന്നതാണ്. ഒരു 5-6 ചെടിയൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ കിട്ടുന്നതാണ്. അടുത്തത് ശംഖുപുഷ്പം. ഇതൊരു വള്ളി ചെടിയാണ്. നല്ല നീല കളറിൽ വളരെ ആകർഷകമായിട്ടുള്ള ഒരു പൂവാണിത്. ജമന്തി. അത്തപ്പൂക്കളത്തിൽ ജമന്തിക്ക് ഒരു നിർണായകമായ പങ്ക് തന്നെയുണ്ട്. ഇത് പല കളറിലും നമുക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് വൺ മന്ദാരം. വലിയ വലുപ്പമുള്ള ഇതളുകളും വെളുത്ത നിറത്തോടു കൂടിയ ഈ പൂവ് വളരെ സാധാരണമായ ഒരു പുഷ്പമാണ്. ഇത് ഓണപ്പൂക്കളത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭംഗി കൊടുക്കുന്നു. അരിപ്പൂവും വളരെ കാണാൻ ഭംഗിയുള്ള പൂവാണ്. വലുപ്പത്തിൽ വളരെ ചെറുതും പരമ്പരാഗതമായ അത്തപ്പൂക്കളത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു മനോഹരമായ പൂവാണ് അരിപ്പൂ. ചുവപ്പ്, ഓറഞ്ച്, നീല, വെളുപ്പ് എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ പല കളറിലും ഇവ കാണപ്പെടുന്നു. പിന്നെ കൃഷ്ണ കിരീടം. ഇത് ഹനുമാൻ കിരീടം, ചുവന്ന പഗോഡ എന്നിങ്ങനെയുള്ള പേരിലും അറിയപ്പെടുന്ന ഒരു പൂവാണിത്. ഈ പൂവ് ശരിക്കും കാണാൻ തന്നെ ഒരു കിരീടം പോലെയാണ്. പിന്നെ മൂക്കുത്തി. മഞ്ഞ കളറിൽ പ്രത്യേകമായ ഒരു ആകർഷകത്വം തോന്നുന്ന ഒരു പൂവാണിത്. അതുകൊണ്ട് തന്നെ ഓണപ്പൂക്കളത്തിന് പ്രത്യേകമായ ഒരു ഭംഗി കൊടുക്കുന്നു. ഇതുമാത്രമല്ല വേറെയും വളരെ മനോഹരമായിട്ടുള്ള നാടൻ പൂക്കളുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണേ. താങ്ക് യു.